രാഷ്ട്രശില്പി ജവഹർലാൽ നെഹ്റുവിന്റെ 61ാം ചരമദിനം ആചരിച്ചു. എസ്.എൻ. പുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുതുമനപ്പറമ്പിൽ ജവഹർലാൽ നെഹ്റുവിന്റെ 61ാം ചരമവാർഷികം ആചരിച്ചു. മണ്ഡലം പ്രസിഡന്റ് പ്രൊഫസർ കെ എ സിറാജ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ഒരുപാട് ചെറുപ്പക്കാരെ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിലൂടെയും അദ്ദേഹത്തിന്റെ എഴുത്തുകളിലൂടെയും സംഘടിപ്പിച്ചു എന്നുള്ളതാണ് അന്ന് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം ആ ചെറുപ്പക്കാരാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നേടിത്തരുന്നതിന് വേണ്ടി മഹാത്മജിയോടൊപ്പം അദ്ദേഹം പ്രവർത്തിച്ചു എന്ന് മാത്രമല്ല 1924 മഹാത്മജി AICCയുടെ 37 1946 അങ്ങനെ 4 തവണ AICCയുടെ പ്രസിഡന്റായ ഒരു മഹത് വ്യക്തിത്വമാണ് ജവഹർലാൽ നെഹ്റു. അദ്ദേഹം ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായി. നമുക്കറിയാം ശക്തിയായിരുന്നു നെഹ്റുവിന്റെ വേണ്ടി തീൻമൂർത്തി ഭവൻ അടക്കമുള്ള. അപ്പൊ അദ്ദേഹത്തിന്റെ സ്വത്ത് സംഭാവന ചെയ്തു. അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ ഈ സ്വാതന്ത്ര്യ സമരത്തിന് ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിത്തരുന്നതിന് വേണ്ടി അദ്ദേഹം അർപ്പിച്ചു. 9-ലധികം വർഷക്കാലം അദ്ദേഹം ഈ രാജ്യത്തിന് വേണ്ടി ജയിലിൽ കിടന്നു. നമുക്കറിയാം ഇംഗ്ലണ്ടിൽ അദ്ദേഹം സർവകലാശാലയിൽ പഠിക്കുമ്പോൾ അദ്ദേഹം ഏത് ഗേറ്റിൽ വന്നാലും അദ്ദേഹത്തിന് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കാറ് വരുമായിരുന്നു. അത്രയധികം സാമ്പത്തിക പിന്തുണയുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് അദ്ദേഹം വന്നത്. കെ ഹൈദ്രോസ് അധ്യക്ഷത വഹിച്ചു. എറിയാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ PK അബ്ദുറഹ്മാൻ മാസ്റ്റർ, സൈനുദ്ദീൻ കാട്ടകത്ത്, മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ സലാം കുഴുപ്പള്ളി, TS രാജേന്ദ്രൻ മാസ്റ്റർ, മണ്ഡലം ജനറൽ സെക്രട്ടറി അമീർ പദപ്പള്ളി, നേതാക്കളായ PD വിജയൻ, ബിജു കുന്നത്ത്, പ്രകാശൻ അവനിപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. സിദ്ദീഖ് പറക്കോട്ട് സ്വാഗതവും സുധീർ വാടയിൽ നന്ദിയും പറഞ്ഞു. KA പ്രതാപൻ, ഗഫൂർ അറക്കൽ, സിദ്ദീഖ് വാടയിൽ, അമീർ കുറ്റിക്കാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി. എവിടെയുണ്ടോ അതിനൊക്കെ അവർ സ്വീകരിക്കുകയാണ്. 61 വർഷങ്ങൾക്ക് ശേഷം നെഹ്റു ഇവിടുന്ന് ഈ ലോകത്തിനോട് വിട പറഞ്ഞു പോയിട്ട് 61 വർഷത്തിന് ശേഷം നെഹ്റുവിനെ പേടിക്കുകയാണ്. തീർച്ചയായിട്ടും ആ നെഹ്റുവാണ് ഏറ്റവും പ്രാധാന്യമുള്ള വ്യക്തി. ഗാന്ധിയോടൊപ്പം കാണേണ്ട വ്യക്തി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ അഞ്ചങ്ങാടിയിൽ നമ്മുടെ ഓഫീസ് വന്നപ്പോൾ SN പുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ സാധാരണ എല്ലാവരും പേരിട്ട ജവഹർ ഭവൻ എന്നാണ്. നമ്മൾ പേരിട്ടത് നെഹ്റു ഭവൻ തന്നെയാണ് പേരിട്ടത്. അതിന് പ്രത്യേക കാരണമുണ്ട്. കാരണം നെഹ്റുവിന് ആളുകൾ തമസ്കരിക്കുമ്പോൾ നെഹ്റു കൂടുതൽ ഉജ്ജ്വലമായി ഉയർന്നു വരണം എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ചത്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഈ പരിപാടി കേരളത്തിലുടനീളം എല്ലാ മണ്ഡലങ്ങളിലും കൃത്യമായി നടത്തി